ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ റെസ്മിനും ജാസ്മിനും കൂടി ബാത്റൂം ഏരിയയുടെ അവിടെ ഇരുന്ന് അവർ രണ്ടുപേരും മാത്രമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗബ്രി പോയതിന് ശേഷം റെസ്മിന് ഇതൊരു നാടകമാണെന്ന് അപ്സരയൊക്കെ ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് ഇവർ തമ്മിലുള്ള ഒരു മെലോഡ്രാമയാണ് സിബിൻ പുറത്തു വന്ന് പറഞ്ഞ പോലെ 70-ാം ദിവസമൊക്കെ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാനത് പൊട്ടിച്ചു കൊടുത്തതിനും സിബിൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള പല മത്സരാർത്ഥികൾക്ക് ആ തോന്നലുണ്ട്. അതിപ്പോൾ റെസ്മിൻ ഇവരുടെ ഇടയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കിയവർ റെസ്മിനോട് അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റെസ്മിൻ ഇപ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ജാസ്മിനെ അവോയ്ഡ് ചെയ്ത് ഫേസ് കൊടുക്കാതെ മാറി ഒഴിഞ്ഞൊഴിഞ്ഞ് നടന്നു. അപ്പോൾ റെസ്മിൻ ഇപ്പോൾ ലാസ്റ്റ് ചിലരങ്ങനെയല്ലേ, ഒരു മനസ്സിലൊരു കാർഡ് കരുതി അവർക്കത് തുറന്ന് ഓപ്പണായിട്ട് ചോദിച്ചാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ റെസ്മിൻ അവസാനം ജാസ്മിനെ പിടിച്ച് ബാത്റൂം ഏരിയ കൊണ്ട് നിർത്തിയിട്ട്, നിങ്ങളിത് പ്രീ പ്ലാൻഡ് ആണോ, പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് നിങ്ങളിവിടെ ഒരു മെലോഡ്രാമ നടിക്കുന്നതാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപടി ജാസ്മിന് വളരെ ദേഷ്യവും സങ്കടവും കരച്ചിലും എല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, നീ എന്താണ് ആക്ച്വലി, നിൻ്റെ പ്രശ്നം എന്താണ്, നീ എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ജാസ്മിൻ തിരിച്ചു ചോദിച്ചു. അപ്പം റെസ്മിൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലരും ഇത് പറഞ്ഞു നിങ്ങൾ നാടകമാണ്, പക്ഷേ എനിക്കത് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും നിങ്ങൾ വഴക്ക് പിടിച്ചിട്ട് കൂടുന്നതും സംസാരിക്കുന്ന എല്ലാം വാച്ച് ചെയ്തപ്പം എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറയാണ്, ഞങ്ങളുടെ ഇത് പ്രീ പ്ലാനാണ്. എൻ്റെ ഫാമിലി ഇങ്ങനെ കരയുമായിരുന്നോ, ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടുകാരിങ്ങനെ കരയുമായിരുന്നോ, എൻ്റെ ജീവിതം ഇങ്ങനെ പോവില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം വീട്ടുകാരൊക്കെ കരയുന്നുണ്ടല്ലേ, അവർക്കൊക്കെ ബുദ്ധിമുട്ടായെന്നുള്ളതൊക്കെ ജാസ്മിന് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ജാസ്മിൻ പറയുന്നു, ഞങ്ങളുടെ ഓരോ ഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്ന നീ ഇങ്ങനെ ചോദിച്ചല്ലോ, ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ റെസ്മിൻ ചോദിക്കുന്നു, അതെ അതാണ് ഇത്, നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും കൂടെയുള്ള എന്നെ ഇങ്ങനെ പറ്റിച്ചല്ലോ എന്നുള്ളതാണ് റെസ്മിൻ തിരിച്ച് ചോദിക്കുന്നത്. പിന്നെ റെസ്മിൻ പറയുന്നത്, ഞാൻ വിശദമായിട്ട് നിങ്ങളുടെ ബന്ധത്തെ വാച്ച് ചെയ്തപ്പോൾ ഇത് നാടകമാണെന്ന് തന്നെ എനിക്കും തോന്നി എന്നുള്ള ഒരു ഡൗട്ട് തോന്നി എന്ന് തന്നെ റെസ്മിൻ തീർത്ത് പറയുകയാണ്. എന്നിട്ട് റെസ്മിൻ പറയുന്നു, ഞാൻ നിനക്ക് ഫേസ് തരാതെ, എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ നിനക്ക് ഫേസ് തരാതെ മാറി നടക്കുക, പക്ഷേ ഈ ത്രൂ ഔട്ടായിട്ട് ഫേസ് തരാതെ നടക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അത് ശരിയായിരിക്കാം, പലരും അങ്ങനെയുണ്ട്. നമുക്കൊരു മനസ്സിൽ കാർഡ് വീണാൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണമെന്നുള്ള അത് നല്ലൊരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ജാസ്മിനെ വിളിച്ച് ചോദിക്കുന്നത്. ജാസ്മിൻ പണ്ടത്തെ പോലെ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടം തോന്നിയതാണ്. ബിഗ് ബോസ് പോലും നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അടുത്തെന്നും പറഞ്ഞാണ് ലാസ്റ്റ് എവിഷൻ്റെ സമയത്ത് ഞങ്ങളെ വീഡിയോ കാണിച്ചത്. അത് ബിഗ് ബോസിൻ്റെ തലയിലോട്ടിട്ടു. അങ്ങനെയൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീ പ്ലാൻഡ് അല്ല, ഇവിടെ വന്നതിന് ശേഷം പ്രണയമായതാണ്, എനിക്ക് അവനോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ വീണ്ടും റെസ്മിനോട് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.